ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അശ്വിൻ്റെയും ശ്രുതിയുടെയും ഇന്നത്തെ കഥയിലേക്ക് പോകാം. അങ്ങനെ ലാവണ്യവും നമ്മുടെ അശ്വിനും കൂടിയിട്ട് കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഓഫീസിലേക്ക് പോകാനായിട്ട് തുടങ്ങുക. അവനൊരു ഫയലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. ആ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ശരിക്കും ആ ഒരു സെക്രട്ടറിയുടെ ആ ഒരു റോള് തന്നെയാണ് നമ്മുടെ ലാവണ്യയ്ക്കുള്ളത്. ഓഫീസിലേക്ക് ചെന്നാൽ അല്ലാതെ ഒരു ഫ്രണ്ട്ഷിപ്പും അശ്വിനുണ്ടാവില്ല. ഇതേ സമയം നമ്മുടെ ശ്രുതി അപ്പോയിൻമെൻറ്റ് ഓർഡർ കാണാത്തതിൻ്റെ ആ ഒരു വിഷമത്തിൽ എങ്ങനെയെങ്കിലും എനിക്ക് ജോലി അപ്പോയിൻമെൻറ്റ് ഓർഡർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, മിസ്സായി പോയതാ, അത്രയ്ക്ക് ആഗ്രഹിച്ച സാറ് വിചാരിച്ചാൽ എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ പറ്റും. പ്ലീസ് സാർ, എനിക്ക് ജോലി എങ്ങനെയെങ്കിലും റെഡിയാക്കി എന്നെ സാറിനെ ദൈവം രക്ഷിക്കും. അപ്പോൾ ദൈവമൊക്കെ രക്ഷിച്ചോട്ടെ, അതല്ലല്ലോ പ്രശ്നം. എന്തായാലും താനൊരു കാര്യം ചെയ്യുക, ഇതിൻ്റെ മെയിൻ ബ്രാഞ്ച് ഉണ്ട്, അവിടെ അശ്വിൻ സാറിൻ്റെ സെക്രട്ടറി ഉണ്ട്, സാർ എന്ന് പറയുന്നത് സാറിൻ്റെ സെക്രട്ടറി ഉണ്ട്. സെക്രട്ടറിയോട് ചെന്ന് സംസാരിച്ച് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കാര്യം നടന്നു വരും. അപ്പോൾ താങ്ക് യു സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരി പോവുകയാണ് മെയിൻ ബ്രാഞ്ചിലേക്ക്. പക്ഷേ ലാവണ്യ മാഡം ഈ ഹപ്പാവിനെയൊന്നും അവിടെ അപ്പോയിൻറ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല എന്ന് ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അതായത് അവിടെ നിന്ന് രണ്ട് സ്റ്റാഫ് തമ്മിൽ സംസാരിക്കുക, അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിട്ട് ഒരു കാര്യമില്ലയെന്ന്. എന്തായാലും നമ്മുടെ തലേന്ന് ഒഴിഞ്ഞല്ലോ. അങ്ങനെ നമ്മുടെ ശ്രുതി മെയിൻ ബ്രാഞ്ചിലേക്ക് എത്തുകയാണ്. അവിടെ ചെന്ന് ഈ ശ്രുതിയുടെ കോലം കണ്ടപ്പോൾ തന്നെ അവിടുത്തെ സ്റ്റാഫുകൾ എല്ലാവരും കൂടി അന്തം വിട്ട് ഇങ്ങനെ നോക്കുക. കാരണം ഈ ഒരു വേഷത്തിൽ ഈ ഇത്ര വലിയൊരു ഓഫീസിലേക്ക് ആരും വരാറില്ല. അതുകൊണ്ടാണ് സെക്യൂരിറ്റിയോട് പറഞ്ഞിട്ട് പുള്ളിക്കാരി അകത്തേക്ക് കയറി ചെല്ലുകയാണ്. 4th ഫ്ലോറിലാണ് എന്നൊക്കെ സെക്യൂരിറ്റി അറിയിച്ച് അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അന്നേരമാണ് ഈ സ്റ്റാഫുകൾ എല്ലാവരും അന്തം വിട്ട്, 2 പെണ്ണുങ്ങളാണ് കേട്ടോ, സ്റ്റാഫ് എല്ലാവരും അല്ല, 2 പെണ്ണുങ്ങൾ അന്തം വിട്ട് ഇങ്ങനെ നോക്കുകയാണ്. ഇതേതാ ഈ ഇങ്ങനത്തെ കോലത്തിൽ വന്നിരിക്കുന്നത് എന്നൊക്കെ ഇവർ ആലോചിക്കുകയാണ്. എന്തായാലും ഇവൾ ചെന്ന് കാര്യം പറയുകയാണ്, എനിക്ക് ലാവണ്യ മേഡത്തെ ഒന്ന് കാണണം എന്നൊക്കെ പറയാണ്. അവർ ഇംഗ്ലീഷിലൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇവൾ ചെന്ന് പച്ച മലയാളത്തിൽ നല്ല പാലക്കാടൻ ഭാഷയിൽ ചെന്നിട്ട് എനിക്ക് ലാവണ്യ മേഡത്തെ കാണണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ ലാവണ്യ മേഡത്തെ അങ്ങനെ കാണാനൊന്നും പറ്റില്ല, ഹു ആർ യു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അവിടെ ഉള്ള സ്റ്റാഫൊക്കെ. അപ്പോൾ ആ സമയത്താണ് ലാവണ്യ വരുന്നത്. ലാവണ്യയ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, കേക്ക് തിന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൊറിഞ്ഞ് കടിക്കുന്ന അലർജി വരും. എന്തായാലും കേക്ക് സന്തോഷത്തോടെ സ്നേഹത്തോടെ അച്ഛൻ തന്നപ്പോൾ എടുത്ത് കഴിക്കാതിരിക്കാനും പറ്റില്ല, അത് കഴിക്കുകയും ചെയ്തു. അലർജി വന്നിട്ട് മുഖമൊക്കെ ചുവന്ന് തടിച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് ഐസ് ക്യൂബ്സ് ഒക്കെ കൊണ്ട് താന്നൊക്കെ പറഞ്ഞ് സ്റ്റാഫിനോട് പറയാനായിട്ട് ലാവണ്യ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ശ്രുതി പെട്ടെന്ന് ചെന്ന് ലാവണ്യെ പരിചയപ്പെടാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഇതേതാ ഈ കാർട്ടൂൺ ബേബി എന്ന് ചോദിച്ചു. ലാവണ്യയ്ക്ക് ഈ ശ്രുതി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, ഈ ചൊറിഞ്ഞടിക്കലിന് കസ്തൂരി മഞ്ഞൾ രക്താന്തരം കൂടെ അരച്ചിടുന്നതാണ് നല്ലത്, അല്ലാതെ ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറയണം. ഈ കാർട്ടൂൺ ബേബി ഇവിടെ നിന്ന് പറഞ്ഞു വിടെന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോട് കൂടിയിട്ട് ലാവണ്യ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ബാക്കിയുള്ളവർ പറഞ്ഞത് എന്തായാലും ലാവണ്യ മേഡം ഈ തിരക്കൊക്കെ ഒന്ന് കഴിയാതെ ലാവണ്യ മേഡത്തെ കാണാൻ പറ്റില്ല, താനിവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ശ്രുതി അവിടെ ഇരിക്കുക. ഒരു സ്റ്റാഫ് അവിടെയുള്ള ഒരു റിസപ്ഷനിലുള്ള സ്റ്റാഫ് അവിടെ നിന്നു, വേറൊരാൾ ഈ ലാവണ്യോടൊപ്പം പോവുകയാണ്. ശ്രുതി എന്നിട്ട് അവിടെ ഇരിക്കുക. ശ്രുതി അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും വേറൊരു പെണ്ണ് വന്നിട്ട് ഇവിടെ നിന്ന് അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടിയിട്ട് വന്നതാണ്, ലാവണ്യ മാഡത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് ആകാനായിട്ട് വന്നതാണ് എന്നൊക്കെ പറയുകയാണ്. ഇവളുടെ ആ ഒരു വന്ന പെണ്ണിൻ്റെ ഒരു ഡ്രസ്സും കോലവും കുന്ത പോലത്തെ ചെരുപ്പൊക്കെ കണ്ടിട്ട് ശ്രുതി അന്തം വിട്ട് നോക്കുകയാണ്. ഒരു ചെരുപ്പോ സ്റ്റൂളോ എന്ന രീതിയിലാണ് ശ്രുതി നോക്കുന്നത്. അപ്പോൾ ലാവണ്യ മാഡത്തെ കാണാനാണെന്നൊക്കെ പറഞ്ഞ് അവർ ഇംഗ്ലീഷിലാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ വന്ന സ്റ്റാഫ് ഈ ശ്രുതിയിലെല്ലാം കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. റിസപ്ഷനിലെ സ്റ്റാഫ് ആ ലാവണ്യ മാഡത്തെ കാണാമല്ലോ, അതിനിപ്പോൾ എന്താ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിന്നോണ്ടിരുന്നപ്പോഴേക്ക് ശ്രുതി വന്ന് പറഞ്ഞു, ലാവണ്യ മേഡത്തെ കാണാൻ വന്നതാണോ, എന്നാലേ ലാവണ്യ മേഡത്തെ കാണാൻ പറ്റത്തില്ല, ഞാൻ കണ്ടിട്ടേ കാണാൻ പറ്റത്തുള്ളൂ, നിങ്ങളെ ക്യൂവിൽ. അപ്പോഴേക്കും നിന്നോട് ആരാടി എന്നോട് മിണ്ടാൻ പറഞ്ഞത്, ഈ കൾച്ചറലെസ് ഫെലോ ആരാണ് എന്നൊക്കെ ചോദിച്ചാൽ വന്ന പെണ്ണ് ഇവളുടെ മെക്കിട്ട് കയറുകയാണ് കേട്ടോ. ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കണ സമയത്താണ് നമ്മുടെ അശ്വിൻ വന്നിട്ട് ലാവണ്യ എവിടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ ഇവൾ അശ്വിനെ കണ്ടില്ല, പുറകുവശത്ത് നിന്നാണ് ചോദിച്ച് ഈ സൗണ്ട് എവിടെ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ പാലക്കാടത്തി പൊട്ടത്തി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പാലക്കാടത്തി പൊട്ടത്തി തമാശക്ക് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ അവളിങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കത്തി എന്ന് തിരിഞ്ഞു നോക്കിയായിരുന്നു ഇത് അശ്വിനാണെന്ന് അറിയായിരുന്നു. അവൾ ആലോചിച്ചിട്ട് എവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോഴേക്കും അശ്വിൻ്റെ പാട് നോക്കി ലാവണ്യയുടെ അരികിലേക്കല്ല ക്യാബിനിലേക്ക് പോയി ലാവണ്യയോട് എത്രയും പെട്ടെന്ന് ഫയലുമായിട്ട് എൻ്റെ ഓഫീസിലേക്ക് വരാനായിട്ട്, എൻ്റെ ക്യാബിനിലേക്ക് വരാനായിട്ട് ഓർഡർ ഇട്ടിട്ടാണ് പോയത്. അപ്പോൾ ഈ സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു, എന്നാൽ നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുക, ഞാൻ ലാവണ്യ മേഡത്തെ കണ്ടിട്ട് വരാം, ലാവണ്യയോട് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പേഴ്സണൽ സെക്രട്ടറി ആകാൻ വന്ന പെണ്ണ് പറഞ്ഞു, ഇനിയിപ്പോൾ എൻ്റെ ഡ്യൂട്ടി അല്ലേ ഇതൊക്കെ, ഞാൻ ചെയ്തോളാം, മാഡം ഇവിടെ നിൽക്കാനായിട്ട്. ആ സ്റ്റാഫിനോട് അവിടെ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ എവിടെയാണ് ലാവണ്യ ഉള്ളതെന്നൊക്കെ ചോദിച്ചിട്ട് ഈ പെണ്ണ് പോകാൻ തുടങ്ങുക. ശ്രുതിയാണെങ്കിൽ എവിടെയാണ് ലാവണ്യ ഉള്ളതെന്ന് അറിഞ്ഞല്ലോ, എന്നാൽ പിന്നെ അങ്ങോട്ട് വെച്ച് പിടിക്കാനും പറഞ്ഞു നമ്മുടെ ശ്രുതി. എന്തായാലും ആ പെണ്ണങ്ങ് പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും ശ്രുതി ഈ സ്റ്റാഫിനോട് വഴക്കുണ്ടാക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാനല്ലേ ഫസ്റ്റ് വന്നത് എന്നൊക്കെ ചോദിച്ച്. എന്തായാലും ആ പെണ്ണങ്ങോട്ട് പോകുന്നുണ്ട്. ശ്രുതി ഇവളുടെ പിന്നാലെ പോകാനൊക്കെ ചിന്തിക്കുന്നുണ്ട്.
അപ്പോൾ ഇതെങ്ങനെ ശരിയാകും, ഞാനല്ലേ ആദ്യം വന്നതെന്നൊക്കെ ശ്രുതി ഇങ്ങനെ ചോദിക്കുക. ദേ മിണ്ടാതിരുന്നില്ലെങ്കിൽ ഞാൻ നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടും കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയോട് വഴക്കൂടുക. ഒന്നാതെ ബോസ് ആകെ ഇറിറ്റേറ്റഡ് ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നൊരു യുദ്ധം ഉറപ്പാണ്. അതിൻ്റെ ഇടയിൽ തൻ്റെ ഒരു എന്താകുമോ എന്തോ, ഇവിടെയൊക്കെ എന്തുവാണോ ഇത് എന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതി ആകെ സങ്കടപ്പെട്ടിട്ട് ഇങ്ങനെ നിൽക്കുക. ഒരു ജോലിക്ക് വന്നിട്ട് ജോലിയും കിട്ടിയില്ല, എന്താണാവോ അവസ്ഥ എന്നോർത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഇതേ സമയം നമ്മുടെ മനോരമയുടെ മകൻ ആകാശ് എങ്ങോട്ടോ പോകാനായിട്ട് റെഡിയാവുകയാണ്. അപ്പോൾ അച്ഛൻ വന്നിട്ട് ഇറങ്ങാറായോ, എന്തോ സമരമോ ധർണയൊക്കെ ഉണ്ട്, പെട്ടെന്ന് ചെന്നില്ലെങ്കിൽ ഫ്ലൈറ്റ് മിസ്സാകും, വല്ല ട്രാഫിക്കിലും പെട്ട് പോയാലോ, ഇറങ്ങുക അച്ഛാ എന്നും പറഞ്ഞിട്ട് ഇവൻ പെട്ടി എടുത്തുകൊണ്ട് ഇറങ്ങുകയാണ്. അപ്പോഴേക്കും നമ്മുടെ മനോരമ വന്നിട്ട് നീ ഇറങ്ങുകയാണോ ബേബി, നീ പോവാന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഭയങ്കര ഫീലിംഗ്, വല്ലാത്ത സങ്കടം, ഐ മിസ് യു ബേബി എന്നൊക്കെ പറഞ്ഞ്. അപ്പോഴേക്കും നമ്മുടെ മനോരമയുടെ അച്ഛൻ കൺഗ്രാറ്റ്സ് കൊടുക്കുകയാണ്. മനോരമയുടെ അച്ഛനല്ല, മനോരമയുടെ കൊച്ചിൻ്റെ അച്ഛൻ, മനോരമയുടെ കെട്ടിയൻ, നമ്മുടെ മനുവോ അങ്ങനെ ഒരു പുള്ളിക്കാരനില്ലേ, പുള്ളിക്കാരൻ കൺഗ്രാറ്റ്സ് കൊടുക്കുകയാണ് മനോരമയ്ക്ക്. അപ്പോഴേക്കും മനോരമ ചോദിച്ചു, ഈ കൊച്ചു പോണ സമയത്ത് നിങ്ങളെന്തിനാണ് എന്നോട് കൺഗ്രാറ്റ്സ് പറയുന്നത്, നിങ്ങൾ കൊച്ചു പോകുന്നതിന് എന്നോട് കൺഗ്രാറ്റ്സ് ആണോ പറയുന്നത്, ഞാനാണോ പറഞ്ഞു വിടുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതല്ല, ഈ സമയത്തെങ്കിലും നീ തെറ്റില്ലാതെ ഒരു വാചകം പറയുന്നത് കേട്ട് ഇംഗ്ലീഷിലെ അഭിനന്ദിച്ച് പോരാ. ദേ മോഹനേട്ടാ ഷട്ടപ്പ്. മോഹനേട്ടന് ഈ നിൽക്കുന്ന അമ്മയുടെ വിഷമം ഊഹിക്കാൻ പോലും പറ്റത്തില്ല. ഒരു അമ്മയുടെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. നാളെ മുതൽ ആകാശത്തോട് പോകുന്ന ഓരോ ഫ്ലൈറ്റ് കാണുമ്പോഴും എൻ്റെ മോൻ അതിനകത്ത് ഉണ്ടാവുമെന്ന് നെഞ്ചുരുകി ഞാൻ നോക്കിയിരിക്കും. എൻ്റെ കുഞ്ഞ് മടങ്ങി വരുന്നത് വരെ ഓരോരുള്ള ചോറ് പോലും മനസ്സമാധാനത്തോടെ എനിക്ക് കഴിക്കാൻ പറ്റില്ല, അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മനോരമ. അപ്പോഴേക്കും ഈശ്വര മനസമാധാനത്തോടെ എങ്ങനെ ഞാൻ ഉറങ്ങും. അപ്പോഴേക്കും ഈശ്വര നശിപ്പിച്ച് കൈ കൊടുത്തതൊക്കെ വെറുതെ ആയി എന്ന് കെട്ടിയവൻ ഓർക്കുക. അപ്പോൾ ആകാശ് ചോദിച്ചു, അമ്മയുടെ പറച്ചിൽ കേട്ടാൽ തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് എവിടെ നിന്ന് വിട്ട് നിൽക്കണേന്ന്, ഞാൻ ജോലിക്ക് വേണ്ടിയിട്ട് ഗൾഫിൽ പോകുമൊന്നും അല്ലല്ലോ. എൻ്റെ പൊന്നു മോനെ, നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, അത് കാണുമ്പോഴാണ് എൻ്റെ ഹാർട്ട് ബ്രേക്ക് ആവുന്നത്. അമ്മേ, ഞാൻ കഷ്ടപ്പെടുന്നതിന് 100 ഇരട്ടി അശ്വിൻ കഷ്ടപ്പെടുന്നുണ്ട്. അവൻ്റെ കഷ്ടപ്പാട് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇത്രയെങ്കിലും ചെയ്യേണ്ടത് എൻ്റെ കടമയല്ലേ എന്ന് ആകാശ് നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ സംസാരിക്കുന്നത്. അപ്പോഴേക്കും മുത്തശ്ശി വന്നിട്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കണം, മനസ്സിൽ നന്മയും സ്നേഹം ഉള്ളതുകൊണ്ടാണ് നിനക്കിങ്ങനെ പറയാനും പ്രവർത്തിക്കാനും ഒക്കെ തോന്നുന്നത്. എന്തായാലും അഞ്ജലി അങ്ങോട്ടേക്ക് വന്ന് ആരതിയൊക്കെ ഒഴിയാണ് കേട്ടോ, നിൻ്റെ യാത്ര ശുഭാകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ യാത്ര അയക്കാനായിട്ട് ചന്ദനമൊക്കെ തൊട്ട് കൊടുക്കുക. അപ്പോൾ അഞ്ജലി പ്രാർത്ഥന ആയതുകൊണ്ടാണ് ഒരു ലേശം ഇവർ ഇറങ്ങാനായിട്ട് താമസിച്ചത്. ഞാൻ കാരണം നീ താമസിച്ചോടാ എന്ന് അഞ്ജലി ചോദിച്ചപ്പോഴേക്ക് ഇല്ലില്ല, ചേച്ചിയുടെ പ്രാർത്ഥന കാരണം ഫ്ലൈറ്റ് പിടിച്ചിടാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അഞ്ജലി പറഞ്ഞു, ഒന്ന് പോടാ അവിടെ നിന്ന് കളിയാക്കാണ്ട്. എല്ലാവരും സന്തോഷത്തോടു കൂടിയാണ് ആകാശ് പോകാൻ ഇറങ്ങുന്നത്. മുത്തശ്ശി, ഞാൻ വരുന്നത് വരെ മരുമോളുമായിട്ട് യുദ്ധത്തിനൊന്നും പോയേക്കരുത്, ചേച്ചി ഇവിടെ ഉണ്ടല്ലോ എന്ന സമാധാനത്തിലാണ് ഞാൻ പോകുന്നത്. അപ്പോഴേക്കും മനോരമ പറഞ്ഞു, എൻ്റെ പൊന്നെ, ഞാനിവിടെ ഒരു വാറിനും പോകത്തില്ല, എന്നെ ഇവിടെ പീസായിട്ടൊന്ന് നിൽക്കാൻ അനുവദിച്ചാൽ മതി, ദാറ്റ് ഈസ് ഓൾ ഓഫ് യു എന്നൊക്കെ പറയാട്ടോ. അപ്പം ആകാശ് ചിരിക്കുക. എന്തായാലും ഞാൻ റൂം ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം, എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്ന് നോക്കണമല്ലോ മോനെ, ഞാനൊന്ന് നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞിട്ട് ഈ കെട്ടിയോൻ പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, അതെ നിൻ്റെ കെട്ടിയോളം കൂടെ വിളിച്ചുകൊണ്ട് പോകാം, ചെക്ക് ചെയ്യാൻ അവളാ മിടിക്കുന്നത്. എന്തായാലും മനോരമയെ വിളിച്ചുകൊണ്ട് കെട്ടിയോൻ അങ്ങോട്ട് പോവുക. ഈ പോക്കും കണ്ടിട്ട് മുത്തശ്ശി അഞ്ജലിയും ആകാശം കൂടെ നിന്ന് ചിരിക്കുക കേട്ടോ. മോനെ ഇങ്ങോട്ട് വന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശി ആകാശിനോട് സംസാരിക്കുക. എടാ, നിന്നോടൊരു കാര്യം ചോദിക്കണമെന്ന് മുത്തശ്ശി 2-3 ദിവസമായിട്ട് ഇങ്ങനെ ആലോചിക്കുക. എന്താ മുത്തശ്ശി? അല്ല, നമ്മുടെ കുഞ്ഞൻ്റെ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ്റെ എന്ത് കാര്യം? അല്ല, അവൻ ഓഫീസിൽ ഏതോ ഒരു പെൺകുട്ടി വളച്ചെടുത്ത് അവൻ്റെ പേഴ്സണൽ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ആകാശ് അഞ്ജലി ഇങ്ങനെ നോക്കുക. അപ്പോൾ അഞ്ജലി കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കുക, പറയല്ലെന്ന്. അപ്പോഴേക്കും ആകാശ് മുത്തശ്ശിനെ നോക്കി, എന്താടാ അവളുടെ പേര്, നിനക്കറിയത്തില്ലേടാ? അശ്വിന് അങ്ങനെ ഒരു ഗേൾ ഫ്രണ്ട് ഒന്നുമില്ല, അത് എനിക്കറിയത്തില്ല, അത് ചുമ്മാ ഗോസിപ്പ് വന്നേ, ഞാൻ അങ്ങനെ ഒരാളെ കണ്ടിട്ടുമില്ല. അപ്പോഴേക്കും മനോരമയും കെട്ടിയവനും വന്നു. വേറെ കുഴപ്പമൊന്നുമില്ല, പെട്ടിയൊക്കെ എടുത്ത് ആകാശ് പോകാനായിട്ട് ഇറങ്ങുക. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങാം മുത്തശ്ശി, പോയിട്ട് വരാം. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മുടെ ആകാശ് ഇറങ്ങുകയാണ്. ആകാശിനെ യാത്രയ്ക്കാനായിട്ട് മനോരമയും കെട്ടിയവനോടെ പോവുകയാണ്, ആകാശിൻ്റെ അച്ഛനും അമ്മയും. ഇതേ സമയം മുത്തശ്ശിക്ക് മനസ്സിലായി, അഞ്ജലിയും ആകാശും മനോരമയും എല്ലാവരും എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്. ഒളിച്ചോ എത്ര നാളെന്നീന്ന് ഒളിച്ചൊക്കെയെന്ന് എനിക്കൊന്ന് അറിയണം. ഇതേസമയം നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആ ഒരു രാക്ഷസ് മാറ്റാനായിട്ട് പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുക. അശ്വിന് വേണ്ടിയിട്ടാണ് ഞാൻ കഴിച്ചത്, അവൻ സ്നേഹത്തോടെ എനിക്ക് നീട്ടിയ കേക്ക് ഞാൻ എങ്ങനെ കഴിക്കാതിരിക്കും? അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റിനെ കുറിച്ചൊന്നും ഞാൻ ആ സമയം ആലോചിച്ചേയില്ല. അതിത്ര പൊല്ലാപ്പാവുമെന്ന് ഞാൻ സത്യമായിട്ടും കരുതിയില്ല. അപ്പോഴേക്കും
സ്റ്റാഫ് വന്നിട്ട് മറ്റേ റിസപ്ഷനിലുള്ള സ്റ്റാഫ് വന്നിട്ട് പറയുകയാണ്, അതേ ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു, ബോസ് ചെല്ലാൻ പറഞ്ഞിട്ട് കുറച്ച് നേരം ആയല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും അതിന് എത്തിയോ അശ്വിൻ സാറ്, എന്നിട്ട് എന്താ രചന ഇപ്പോഴാണോ എന്നോട് പറയുന്നത്? ഈശ്വര രേഷ്മ ഇത് ഓക്കെ അല്ലേ? ബോസിനൊന്നും തോന്നില്ലല്ലോ അല്ലേ? എന്ത് തോന്നാനായിട്ട്, ബോസിൻ്റെ മുഖം ഇതിനേക്കാളും ചുവക്കുന്നതിന് മുമ്പ് ചെല്ലാൻ നോക്കുക. എന്നാലും രചന നീ ഇപ്പോഴാണോ എന്നോട് വന്ന് പറയുന്നത്? അയ്യോ അല്ല ലാവണ്യ, ആ സോണി ഇന്ന് രാവിലെ വന്ന് ചാർജ് എടുത്തിട്ടുണ്ട്. ബോസ് നിന്നെ വിളിച്ച കാര്യം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞതാണ്. ഓ നീയും കൊള്ളാം അവളും കൊള്ളാം, എന്തായാലും ഞാൻ ബോസിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. ഇതേ സമയം നമ്മുടെ ശ്രുതി വായും വിളിച്ച് അവിടെ നിൽക്കുക. അപ്പോൾ ലാവണ്യ പോകുന്ന സമയത്ത് ശ്രുതിയെ കണ്ടു. രചന ഈ കാർട്ടൂണുകളുടെ നീ ഇതുവരെ പറഞ്ഞു വിട്ടില്ലേ? ശ്രുതി അവിടെ കുത്തിപ്പിടിച്ച് ഇങ്ങനെ എളി കൈ കുത്തിയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. തിരിച്ചു വരുമ്പോൾ അവളെ ഇവിടെ കണ്ടു പോരുത് കേട്ടല്ലോ. ഞാൻ എന്ത് ചെയ്യാനാ, പോകാൻ പറഞ്ഞിട്ട് പോകണ്ടേ? പറഞ്ഞാൽ കേൾക്കാത്തവരെ ചെവിക്ക് പിടിച്ച് പുറത്താക്കുമല്ലേ വേണ്ടത്. ഞാൻ ഇനി അതിന് പ്രത്യേകിച്ച് എന്നോട് പറയണോ? തിരിച്ചു വരുമ്പോൾ അവളിവിടെ കണ്ടുപോരുത് കേട്ടോ. ഇതേ കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ലാവണ്യ അങ്ങ് പോയി. അപ്പോഴാണ് ശ്രുതി ലാവണ്യെ കാണുന്നത്. മേടം എന്ന് പറഞ്ഞ് പുറകെ ഓടി കേട്ടോ. അപ്പോൾ രചന പിടിച്ച് നിർത്തുക. എടോ തനിക്ക് എന്താടോ കാര്യം പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? ലാവണ്യ മേടമൊക്കെ ഭയങ്കര തിരക്കിലാണ്. ഇതേ സമയം നമ്മുടെ അശ്വിനിങ്ങനെ റൂമിൽ ഇങ്ങനെ അതായത് അശ്വിൻ റൂമിൽ ഇങ്ങനെ നിൽക്കുകയാണ്, അതായത് അവൻ്റെ ക്യാബിൽ ഇങ്ങനെ നിൽക്കുകയാണ് അശ്വിൻ. ആ സമയത്ത് സോണിയാണ് വരുന്നത്. ഈ അശ്വിൻ വിചാരിച്ചു ലാവണ്യാണ് വരുന്നതെന്ന്. സോണിയാണ് അങ്ങോട്ടേക്ക് വരുന്നത്. സോണിക്ക് റൂം മാറിപ്പോയതാണോ വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? സോണി അങ്ങോട്ടേക്ക് വരികയാണ്. സോണിയ വന്ന് പുറകിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും അശ്വിൻ പറഞ്ഞു, യെസ് കം ലാപ്പ് ഒന്ന് ഓൺ ചെയ്യാനായിട്ട് പറഞ്ഞു. നമ്മുടെ സോണി എന്ത് ചെയ്തു? ലാപ്പ് അങ്ങോട്ട് ഓൺ ചെയ്തു. യെസ് സാർ ഡൗൺലോഡ് ആയി സാർ എന്ന് പറഞ്ഞതും അശ്വിൻ നോക്കിയപ്പോൾ വേറെ ഏതൊരു പെണ്ണ്. ഹോ യു എന്ന് ചോദിച്ച അശ്വിൻ, നിന്നോട് ആരടി എൻ്റെ ക്യാബിൽ വരാൻ പറഞ്ഞത്? അപ്പോഴേക്ക് ലാവണി ഓടി വന്നിട്ട്, സോറി സാർ ഇത് ന്യൂ അപ്പോയിൻമെൻ്റ് ആണ്, എൻ്റെ അസിസ്റ്റൻ്റായിട്ട് അറിയാതെ വന്നതാണെന്ന് തോന്നുന്നു സാർ. ഐ ആം സോണിയ, ഇന്ന് ജോയിൻ ചെയ്തതേ ഉള്ളൂ. അപ്പോഴേക്കും അശ്വിനാകെ ദേഷ്യത്തോടെ ലാവണി ഇങ്ങനെ നോക്കുക. ഞാൻ എൻ്റെ സെക്രട്ടറിയോടാണ് എൻ്റെ ക്യാബിനിൽ വന്ന് മീറ്റ് ചെയ്യാൻ പറഞ്ഞത്, അല്ലാതെ തൻ്റെ അസിസ്റ്റൻറ്റിനോടല്ല. അപ്പോഴേക്കും ലാവണി പറഞ്ഞു, സോറി സാർ ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. തെറ്റ് ചെയ്തിട്ട് സോറി പറയുന്നവരെ ഞാനിവിടെ എൻ്റർടൈൻ ചെയ്യാറില്ല എന്ന് തനിക്കറിയാലോ. കർത്ത കമ്പനിയുമായിട്ടുള്ള ഡിസ്കഷന് പോകുന്നതിന് മുമ്പ് ഫയൽ അയക്കാനായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു സാർ. ഞാൻ അപ്പം തന്നെ അയച്ചായിരുന്നു. ഏത് ഫയല്? എപ്പം നീ അയച്ചു? നോക്ക്, താൻ എനിക്ക് അയച്ച ഫയലാണ് ലാപ്ടോപ്പിൽ ഇപ്പോൾ ഡൗൺലോഡ് ആയിരിക്കുന്നത്. ആ ഫയലാണ് ഞാൻ തന്നോട് അയക്കാൻ ആവശ്യപ്പെട്ടത്. അപ്പോഴേക്കും ലാവണ്യ നോക്കുകയാണ്. സോറി സാർ, എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്, ഞാൻ ഇപ്പം തന്നെ അയക്കാം. അപ്പോഴേക്കും നമ്മുടെ സോണി വന്ന് ചോദിച്ചു, സാർ ആവശ്യപ്പെട്ട ഫയൽ ഇതല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഫയൽ അങ്ങോട്ട് എടുത്ത് കൊടുക്കുക. അപ്പോഴേക്കും അശ്വിൻ അതെടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ആ ഫയൽ തന്നെയാണ് ആവശ്യപ്പെട്ടത്. സോണിയയ്ക്ക് അശ്വിനെ ഇമ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞു കേട്ടോ. യെസ് താങ്ക് യു. എന്നിട്ട് ലാവണ്യ വഴക്ക് പറയുക, ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള തന്നേക്കാൾ മിടിക്കുകയാണ് ഇന്ന് വന്ന് ജോയിൻ ചെയ്ത തൻ്റെ ഈ അസിസ്റ്റൻറ്റ്. കണ്ടു പഠിക്കുക, ചുമ്മാ ഒരുങ്ങിക്കെട്ടി നടന്നുകൊണ്ട് മാത്രം കാര്യമായില്ല എന്നും പറഞ്ഞ് അസിസ്റ്റൻറ്റിൻ്റെ മുന്നിൽ വെച്ച് ലാവണ്യെ ചീത്ത പറഞ്ഞു. ഇനി എൻ്റെ പൊന്നെ അശ്വിൻ അത് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുക. ഹൂ ഡാർ യു, എൻ്റെ അനുവാദമില്ലാതെ ഈ ക്യാബിൽ പ്രവേശിക്കാൻ നിന്നോട് ആരടി പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ലാവണ്യെ സോണിയെ വഴക്ക് പറയുക. ബോസ് എന്നെ വിളിച്ചത്, വാട്ട് ദ ഹെൽ, നീ എന്തിനാ ഇവിടെ കയറി വന്നത്? അത് ബോസ് മാഡത്തിനെ വിളിക്കുന്ന കാര്യം പറയാൻ ഞാൻ മാഡത്തിൻ്റെ ഫ്ലോറിൽ വന്നതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവിടെ മാഡം ഇല്ലായിരുന്നു. പിന്നെ ബോസിനെ വെറുതെ കാത്തിരുത്ത് മുഷിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. നീ എൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് ഇവിടെ ജോയിൻ ചെയ്തത്. അപ്പോൾ ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മാത്രം മതി കേട്ടല്ലോ. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ അല്ലേ? ഫസ്റ്റ് സർവീസ് തന്നെ നീ കൃത്യമായിട്ട് നിർവഹിച്ചല്ലോ, ഇംപ്രസ് ചെയ്തല്ലോ. ഗട്ട് ലോസ്റ്റ്, അതെ സോറി ഗത്ത് ലോസ്, നിനക്കിനി ഇവിടെ ജോലിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നും പറ്റത്തില്ല എന്ന് സോണി പറയാം. നിന്നെ ഇവിടെ അപ്പോയിൻറ്റ് ചെയ്ത് ഞാനാണെങ്കിൽ അത് വേണ്ടാന്ന് വെക്കുന്നതും ഞാൻ തന്നെ ആയിരിക്കും, അണ്ടർസ്റ്റാൻഡ് എന്നും പറഞ്ഞിട്ട് ലാവണ്യ സോണിയെ പറഞ്ഞു വിട്ടു. സോണിയ വായും പൊളിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. മിക്കവാറും ഈ സോണിക്ക് പകരമായിരിക്കും ശ്രുതി എടുക്കുന്നത്. എന്തായാലും പിന്നെ കാണിക്കുന്നത് മനോരമയാണ്. എന്തായാലും നമ്മുടെ മനോരമ പിന്നെ വീടാണ് കാണിക്കുന്നത്. മനോരമ വന്ന് കതക് തുറന്ന് പുറത്ത് ഡോർബെല്ല് കേട്ട് മനോരമ വന്ന് കതക് തുറന്ന് കഴിയുമ്പോൾ ഒരു പൂച്ചെണ്ടുമായിട്ട് ഒരാളിങ്ങനെ നിൽക്കുക. ഇത് അശ്വിൻ സാറിനുള്ളതാണ്, കൊറിയറിൽ വന്നതാണ്. അതിന് ഇന്ന് അശ്വിൻ്റെ പിറന്നാളൊന്നും അല്ലല്ലോ. അതൊന്നും അറിയാൻ പാടില്ല, കൊറിയറിൽ വന്നതാണ്, ഇത് അശ്വിൻ സാറിന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അയാളങ്ങ് പോവാണ്. ഈശ്വര ഇതാരാണപ്പോൾ ഇപ്പോൾ അശ്വിൻ അയക്കാനായിട്ട് എന്നും പറഞ്ഞിട്ട് നമ്മുടെ മനോരമ അന്തം വിട്ടിങ്ങനെ നിൽക്കുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സിയോക്കി താങ്ക് യു.